എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. മുട്ട കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള വ്യത്യസ്തമായ 6 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയിലോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ ആദ്യത്തെ കറി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 4 മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. മുട്ട ഇതുപോലെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നന്നായി മെൽറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെയായിട്ട് നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോരോ വലിയ പീസസായിട്ട് ഇതിനെ നമുക്ക് ചിക്കിയെടുക്കാം. ഇനി ഇതിനെ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ വീണ്ടും 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നീട് അതിലേക്ക് 7 or 8 അല്ലി വെളുത്തുള്ളി നന്നായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. തിളപ്പിക്കാത്ത നോർമൽ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലും കോൺഫ്ലവറും എല്ലാം കൂടി ചേർന്ന് നന്നായി ഒന്ന് തിക്കായി വരും. നന്നായി തിക്കായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ആ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു ചിക്കൻ ക്യൂബിൻ്റെ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ ബ്രെഡിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി മുട്ട കൊണ്ടുള്ള ഐറ്റം റെഡിയായി കഴിഞ്ഞു. ഒരു തവണ മുട്ട കൊണ്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് മുട്ട ഉടച്ചൊഴിച്ച് തയ്യാറാക്കുന്ന ഒരു കറിയാണ്. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നീട് ഒരു വലിയ സവാള ഇതേപോലെ സ്ലൈസ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. സവാള അരിയുമ്പോൾ വളരെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുത്തോളൂ. ഇതേപോലെ നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് 2-3 പച്ചമുളക് ചെറുതായി ഇതേപോലെ കട്ട് ചെയ്തിട്ടതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഗ്രാമ്പും ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാല നന്നായി എണ്ണയിൽ കിടന്ന് മൂത്ത് പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ കറിക്കൊക്കെ അരിയുന്ന അതേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. 1 മിനിറ്റോളം ഇത് മസാലയിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഉരുളക്കിഴങ്ങ് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കഷ്ണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് നോക്കാം. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ബൗളിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇനി സ്പൂണിട്ട് ഇളക്കി കൊടുക്കരുത്. ഇതേപോലെ തന്നെ മൂടി വെച്ച് മുട്ട വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ മുട്ട നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ചെറുതായിട്ട് അതിൻ്റെ അടിവശം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കി കൊടുത്താൽ മുട്ട പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സൈഡൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി ഒന്ന് സിമ്മിലാക്കിക്കൊണ്ട് പാത്രം മൂടി കൊടുക്കുക. 1 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഉരട്ടിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നീ. അടുത്തത് ഒരുപാട് മസാലയൊന്നും ചേർക്കാത്ത മുട്ട ഉടച്ചൊഴിച്ചിട്ടുള്ള ഒരു കറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം.
ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഏലക്കായും 2 ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഇങ്ങനെ ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ എരിവിന് ആവശ്യമായി വരെ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുരുമുളകും പച്ചമുളകും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് കുറച്ച് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അത് വേഗം വെച്ചിരുന്ന കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം മുട്ട ആവശ്യമുണ്ടോ അത്രത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് മുട്ട വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ചട്ടവും കൂടി ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടിട്ട് ഇളക്കി മുട്ട ഉടയ്ക്കേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ ടേസ്റ്റിയായ ഈ ഒരു കറി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ തേങ്ങ വറുത്തരച്ച ഒരു മുട്ടക്കറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മുറി തേങ്ങ ചിരകിയത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ ചിരകിയതിലേക്ക് 4-5 ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത്രയും നേരം വറുത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. തേങ്ങ ഇതേപോലെ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മൂത്ത് കിട്ടണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി കറി വയ്ക്കാൻ വേണ്ടി ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി മിക്സിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് കറി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന കറിയാണ്. ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇത് മൂടി വെച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ആ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും മുട്ട ഇതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കാം. ഉടച്ചൊഴിക്കുമ്പോൾ പതുക്കെ താഴ്ത്തി ഉടച്ചൊഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മുട്ട സ്പ്ലിറ്റായി പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം ഉടനെ സ്പൂണിട്ട് ഇളക്കരുത്. പിന്നീട് ഇതേപോലെ മൂടി വെച്ച് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് മുട്ട വേവിച്ചെടുക്കാം. അപ്പോൾ ആ മുട്ട ഉടച്ചൊഴിച്ച് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും പതുക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ച് അടിവശം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം.
ആ മുട്ട വെന്ത് കിട്ടുന്ന സമയം മാത്രം കറി അടുപ്പിലിട്ടിരുന്നാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തരച്ച ഈ മുട്ടപ്പുളി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ഐറ്റമാണ്. ഇത് നമുക്ക് കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് ചോറിൻ്റെ കൂടെ വിളമ്പി കഴിക്കാം. അപ്പോൾ വ്യത്യസ്തമായി ഈ ഒരു മുട്ടപ്പുളി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ ഡിന്നറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കറി തയ്യാറാക്കാം. അതിനുവേണ്ടി 2 ഉരുളക്കിഴങ്ങും 4 മുട്ടയും എടുത്ത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റാം. എല്ലാം കൂടി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 2 ഏലക്കായും 2 ഗ്രാമ്പും ഒരു ചെറിയ പീസ് പട്ടയും 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മൾ വേകാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും മുട്ടയും എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ കട്ട് ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അടുപ്പിൽ വെച്ചിരുന്ന മസാലക്കൂട്ടിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ആ സമയത്ത് തന്നെ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി 1 മുറി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പോളം തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കറി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഉരുളക്കിഴങ്ങ് ഇടുന്നത് കൊണ്ട് തന്നെ കറി പെട്ടെന്ന് നല്ല തിക്കായി കിട്ടും. അപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് കശുവണ്ടിയും ഉരുളക്കിഴങ്ങും മുട്ടയും എല്ലാം ചേർത്തുള്ളൊരു കറിയാണ്. അതിന് വേണ്ടി 1/2 കപ്പ് കശുവണ്ടി 6-7 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണിത്. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഇതേപോലെ നന്നായി വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. കാഷ്യൂനട്ട് 2ആയിട്ട് പിളർത്തിയിട്ട് വേണം കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി അതിൻ്റെ കൂടെ 2 ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അത് നന്നായി വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. 1 മുറി തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ പച്ച കശുവണ്ടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തേങ്ങ നന്നായി ഒരു ഗോൾഡൻ
നിറമാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ വലിയ ജീരകവും 2-3 ചെറിയ പട്ടയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇട്ട് കൊടുത്ത മസാലയെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇടയ്ക്ക് അടുപ്പിൽ വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊന്ന് തുറന്നു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി തേങ്ങ നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും കഷ്ണമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാകും. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം എത്രത്തോളം വേണം അത്രയും മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറി ഒരുപാട് ലൂസാകാതെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിന് ഏറ്റവും നല്ലത്. കറി നന്നായി തിളച്ച് വരുമ്പോൾ ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിയെല്ലാം ഒന്ന് തിളച്ച് നന്നായി സെറ്റായി വരുന്ന സമയത്ത് 3 മുട്ട പുഴുങ്ങി കീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് തീ നല്ലപോലെ സിമ്മിലാക്കി എണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മുട്ട കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള കറികളെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.